എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 16 ഇന്ന് ആരംഭിക്കണം. ഈ 16ാമത്തെ അധ്യായത്തിലാണ് കാളിയമർദ്ദനം കഥ. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ അന്ന് പറഞ്ഞില്ലേ, ബലരാമേട്ടനോട് കൂടാതെ ആണ് കാട്ടിലേക്ക് പോയത്. അന്ന് കാളിയമർദ്ദനം നടത്തണമെന്ന് ഭഗവാൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കാര്യം. ഏട്ടൻ ഭഗവാന്റെ ശേഷനാഗത്തിന്റെ അവതാരല്ലേ. അപ്പൊ ഒരു നാഗത്തിനെ ഉപദ്രവിക്കാനായിട്ട് പോകുമ്പോ വേണ്ട, ഏട്ടൻ വേണ്ട എന്ന് തീരുമാനിച്ചതായിരിക്കാം അദ്ദേഹം എന്ന് പറയാറുണ്ട് ആചാര്യന്മാര്. അങ്ങനെ കാളിയന്റെ വിഷം കൊണ്ട് ആ കുട്ടികളൊക്കെ മരിച്ചു വീണു. അമൃതമയമായ ഒരു വീക്ഷണം കൊണ്ട് ഭഗവാൻ അവരെ എല്ലാം ജയിപ്പിച്ചു. പൂർവാധികം ഉത്സാഹം അവർക്ക് വന്നു എന്നാ പറയുന്നത്. ഭഗവാന്റെ ആ അമൃതം അവര് ഏറ്റത് കൊണ്ട് അമൃതം ഈക്ഷണം. അപ്പൊ ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷിച്ച് പറയണു, ആ കാളിയനെ അവിടുന്ന് ഓടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ ആ കാളിയമർദ്ദനം കഥ വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ശ്രീശുക ബ്രഹ്മർഷി ആ കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ അധ്യായത്തില്. ആ കാളിന്തി പുഴയുടെ അഗാധമായ ആ കയത്തിലാണ് 1000 തലയുള്ള കാളിയം പാമ്പ് കുടുംബസമേതം അങ്ങനെ താമസിച്ചിരുന്നത്. അവന്റെ ആ വിഷജ്വാലയിലുള്ള നദീതീരത്തുള്ള വൃക്ഷങ്ങളെല്ലാം അത്രയും വിഷമാണ്. ആ തീരത്തുള്ള വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞു. അതും പോരാ, ആ നദിയുടെ മുകളിൽ കൂടി പറക്കണ പക്ഷികള് പോലും വിഷജ്വാലയായിട്ട് ഇങ്ങനെ ചത്തു വീഴുന്നു. ഇതൊക്കെ അറിഞ്ഞപ്പോ ഭഗവാൻ വിചാരിച്ചു, ഇനി ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അവനെ ഓടിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ കുട്ടികള് ആ വിഷം കലർന്ന ജലം കഴിച്ചിട്ട് മരിക്കണതും. അപ്പൊ ഭഗവാൻ തീരുമാനിച്ചു. ദേഷ്യം വന്നിട്ട് എല്ലാരോടും പറഞ്ഞു, ഞാൻ വെള്ളത്തിലേക്ക് ചാടാൻ പോവാണ്, കാളീനെ ഞാൻ ഇവിടുന്ന് ഓടിക്കും. ആറ്റിലേക്ക് അച്യുതാ ചാടല്ലേ ചാടല്ലേ പറഞ്ഞു. കുട്ടികൾ പറഞ്ഞു, വേണ്ട കണ്ണ, ചാടണ്ട കണ്ണ, കാളിയം ഭയങ്കരനാ, 1000 തലയുള്ള സർപ്പാണെന്നൊക്കെയല്ലേ പറയണത്. അപ്പൊ ഇനി അത് വേണ്ട, ഒക്കെ ചാടണ്ട, വലിയ പാമ്പാണ്, കണ്ണനെ ഉപദ്രവിക്കുന്നത്. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കണ്ടേ, എവിടെ നീന്തി കളിക്കണ്ടേ, വെള്ളം കുടിക്കണ്ടേ, അതൊക്കെ വേണം. അതാണ്, അവനെ ഞാൻ ഇവിടുന്ന് ഓടിക്കും, നിങ്ങളെല്ലാവരും ഇവിടെ നിന്നോളൂ, പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു അരയിലാണ് കെട്ടി ഉത്തരയും. എന്നിട്ട് അവിടെ നിൽക്കണ ഒരു കടമ്പ് വൃക്ഷത്തിന്റെ മുകളിൽ കയറി ഒരൊറ്റ ചാട്ടം. ആ ചാടുമ്പോ തന്നെ കയം പോലെയുള്ള ആ കാളിന്തി നദിയുടെ അത്രയും അഗാധമാണ് ആ കാളിന്തി. അതിന്നങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് വെള്ളം തെറിച്ചു, സമുദ്രത്തിൽ നിന്ന് തിരമാല പോലെ ഈ കുഞ്ഞു ഉണ്ണി ചാടിയപ്പോ കാളിയ ശബ്ദം അങ്ങോട്ട് കേട്ടിട്ട് കയത്തിന്റെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് തല ഉയർത്തി പൊങ്ങി വന്നു. തലകളെ ഉയർത്തിട്ട് 1000 പണല്ലേ പൊങ്ങി അങ്ങോട്ട് വന്നു. ഭഗവാനെ കണ്ട് ക്രോധം കൊണ്ട് അങ്ങോട്ട് കണ്ണുരുട്ടി. അതെന്താന്ന് മനസ്സിലായില്ല കാളിയന്. അതാണ് ഒരു നീല നിറത്തിലെ ഒരു ഉണ്ണി, സുന്ദരനായിട്ടൊരു ബാലൻ, ഒരു മനുഷ്യക്കുട്ടിയാണ് വരുന്നത്. അവൻ ദേഷ്യപ്പെട്ട് കൊത്താനായിട്ട് ഇങ്ങോട്ട് വന്നു. കൊത്തി ഭഗവാന്റെ സുന്ദര കളയപുരത്തില്. ഭഗവാൻ അവിടുന്ന് മുങ്ങി. അങ്ങനെ കുറെ നേരം ഭഗവാനും കാളിയനായിട്ട് അവസാനം അമ്മ അച്ഛനൊക്കെ പരിഭ്രമിച്ച് അവിടുന്ന് ഓടി വന്നപ്പോഴാണ് ഭഗവാൻ വേഗം തലയിൽ കയറി നൃത്തം ചെയ്തു. അങ്ങനെ കാളിയനെ അവിടുന്ന് പറഞ്ഞേക്കാണ്. അതാണ് ഈ അധ്യായത്തില് വിസ്തരിച്ചു പറയണത്. അഥ ശ്രീമൽ ഭാഗവത ദശമസ്കന്ധ ഷോഡശോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി സീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. വിലോക്യ ദൂഷിതാം കൃഷ്ണാം കൃഷ്ണ കൃഷ്ണാഹിനാ വിഭു തസ്യാ വിശുദ്ധിമന്വിച്ഛൻ സർപ്പം തമുദവാസയത്. കാളിന്തിയുടെ തീരത്ത് ചെന്ന് നോക്കിയപ്പോ ആ കാളിയന്റെ വിഷവ്യാപ്തി നിമിത്തം ദുഷിച്ചും ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കുന്നതുമായിട്ടുള്ള ആ കാളിന്തിയെ
ഇനി എന്തായാലും പരിശുദ്ധമാക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. അപ്പൊ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഭഗവാൻ ആ കാളിയനെ ആ നദിയിൽ നിന്ന് ഓടിച്ചു എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പൊ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്, കഥം അന്തർജലേ അഗാധേ നഗൃഹാൽ ഭഗവാനഹിം സവൈ ബഹുയുഗാവാസം യഥാസിൽ വിപ്ര കഥ്യതാം. പറയണു മഹാരാജാവ്, സർവവും അറിഞ്ഞിരിക്കുന്ന ഹേ വിപ്ര, ഭഗവാൻ എന്തും ചെയ്യാൻ ശക്തൻ തന്നെയാണെങ്കിലും മനുഷ്യരൂപേണ കാര്യം നടത്തുന്നതുകൊണ്ട് എല്ലാറ്റിനും ഒരു ക്രമമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ കാളിന്തിയിൽ എത്രയോ അധികം കാലമായിട്ട് ആ സർപ്പം വസിക്കാൻ എന്താ കാരണം? ഈ അഗാധമായ ജലമധ്യത്തിൽ കിടക്കുന്ന ആ സർപ്പത്തെ ഭഗവാൻ ഏത് വിധാണ് ഓടിച്ചത്? അങ്ങ് ആ വിശേഷ സംഗതി ഒന്ന് വിസ്തരിച്ചു പറഞ്ഞു തരൂ കേട്ടോ എന്ന് പറയാണ്. അങ്ങേക്ക് അറിവില്ലാത്തതൊന്നുമില്ല എന്നുള്ളത്, ശ്രീശുക ബ്രഹ്മർഷിക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് അറിയാലോ പരീക്ഷിച്ചത് മഹാരാജാവിന്. അതുകൊണ്ടാണ് എല്ലാം പറഞ്ഞു തരണേ എന്ന് പറയുന്നത്. ബ്രഹ്മൻ ഭഗവതസ്തസ്യ ഭൂമന സ്വച്ഛന്ദവർത്തിന ഗോപാലോദാരചരിതം കസ്തൃപ്യേതാമൃതം ജുഷൻ. പിന്നെ പറയണു, ഹേ സർവജ്ഞനായുള്ളവന്, എങ്ങും നിറഞ്ഞിരിക്കുന്നവനാണെന്നിരിക്കലും തന്റെ ഭക്തന്മാരുടെ അഭീഷ്ടം പൂർത്തിയാക്കാൻ അവതാരം സ്വീകരിച്ചിരിക്കുന്ന ആ ഭഗവാൻ ഗോപകുമാരനായിട്ട് ചെയ്തതും കേൾക്കുന്നവർക്കും കീർത്തിക്കുന്നവർക്കും പരമപുരുഷാർത്ഥം സാധിപ്പിക്കുന്നതുമായ ഉദാരചരിതമാകുന്ന അമൃതം ആസ്വദിച്ചിട്ട് ആർക്കെങ്കിലും മതിയാവൂ? അതുകൊണ്ട് കേട്ടിട്ട് പിന്നെയും പിന്നെയും കേൾക്കണമെന്ന് തോന്നുകയാണ് മഹർഷി. അതുകൊണ്ട് ആ ഭഗവാന്റെ കഥ ഇനിയും ഇനിയും പറഞ്ഞു തന്ന് എന്നെ അനുഗ്രഹിക്കാൻ അതൊക്കെ ഒന്ന് വിസ്തരിച്ചു പറഞ്ഞു തരണേ, ആ അമൃതമയമായ കഥ എന്ന് പറയണു പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട്. അതാ ശ്രീശുക ബ്രഹ്മർഷി ആ കഥ വിസ്തരിച്ചു പറഞ്ഞു കൊടുക്കണം. ശ്രീശുക ഉവാച കാളിന്ദ്യാം കാളിയസ്യാസിൽ ഹൃദ കശ്ചിൽ വിഷാഗ്നിന ശ്രപ്യമാണഭയായസ്മിൻ പതന്ത്യുപരിഗാഖഗാഃ. ശ്രീശുക ബ്രഹ്മർഷി പറയേ, അസാധാരണ വൈഭവം കാട്ടാൻ വേണ്ടി, ഭഗവാന്റെ അസാധാരണമായിട്ടുള്ള വൈഭവം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാളിയൻ താമസിക്കുന്ന ആ ഹ്രദം ഉണ്ടല്ലോ, ആ നദി, അതിനെപ്പറ്റി വിസ്തരിച്ചു പറയാണ്. കാളിന്തിയില് കാളിയന് താമസിക്കാനായിട്ട് ഏറ്റവും അഗാധമായ ഒരു ഹ്രദം ഉണ്ടായിരുന്നു. ആ സർപ്പത്തിന്റെ വിഷജ്വാലയാൽ അതിലെ വെള്ളം ഏറ്റവും ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടേ ഇരിക്കണെന്ന് പറഞ്ഞു. അത്രയും വിഷമുള്ളത് കൊണ്ട് എപ്പോഴും ഇങ്ങനെ തിളച്ചോണ്ടിരിക്കും. അതുകൊണ്ട് അതിന്റെ മീതെ പറക്കുന്ന പക്ഷികൾ കൂടി ആ വിഷാഗ്നിയില് ദഹിക്കപ്പെട്ടവയായിട്ട് ആ ഹ്രദത്തിൽ വീണുകൊണ്ടിരുന്നു. വിപൃഷ്മതാ വിഷോദോർമിർ മാരുതേനാഭിമർശിതാഃ മ്രിയന്തേ തീരഗായസ്യ പ്രാണിന സ്ഥിരജംഗമാഃ. വിഷത്തുള്ളികൾ ഇങ്ങനെ വഹിച്ചും തിരമാലകളിൽ തട്ടിയും കൊണ്ട് വീശുന്ന ആ ഹ്രദത്തിലെ ആ കാറ്റുകൊണ്ട് തന്നെ കരയിൽ കൂടി സഞ്ചരിക്കുന്ന പ്രാണികള് ചത്തു വീഴാണ്. ഇത്രയും വിഷമാണ്. കാറ്റടിച്ചാൽ മതി. കരയിലുള്ള വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ വിഷവേഗം കൊണ്ട് ഒക്കെ ഉണങ്ങിപ്പോയിരിക്കണം. ഇങ്ങനെ ഉഗ്രവിഷമുള്ള ആ കാളിയൻ ആണ് ആ ഹ്രദത്തില് താമസിച്ചിരുന്നത്. തം ചണ്ഡവേഗ വിഷവീര്യമവേക്ഷ്യതേന ദുഷ്ടാം നദീം ച ഖലസംയമനാവതാര കൃഷ്ണ കദംബമതിരുഹ്യ തതോതി തുംഗമാസ്ഫോട്യ ഗാഢരചനോ ന്യപത വിശോദേ. അങ്ങനെ ഈ കരയിൽ കൂടി സഞ്ചരിക്കുന്ന ജീവനുള്ളവും ജീവനില്ലാത്തവയൊക്കെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാളിയന്റെ ഈ വിഷം, ഉഗ്രമുള്ള ആ വിഷം, അങ്ങനെയുള്ള പരാക്രമത്തോടു കൂടി ആ കാളിയനെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. അവനെ ഓട്ടിക്കണം. അവന്റെ സമ്പർക്ക നിമിത്തം ഇപ്പൊ ഈ ജലം കൂടി ഉപയോഗിക്കാൻ പറ്റണില്ല. ഞങ്ങൾ കുട്ടികൾ എല്ലാ നദിയിലും ഇവര് ആ തടാകങ്ങളിലും, അനേകം തടാകങ്ങളുണ്ട് വൃന്ദാവനത്തില്, നദികള്, അതിലൊക്കെ ഇവര് ചാടി ഓടി കളിക്കും, കുളിക്കും, വെള്ളം കുടിക്കണം അല്ലെ. അപ്പോ ഈ യമുനാ നദിയെ ഇനി നിർവിഷമാക്കണം, വിഷമില്ലാത്തതാക്കണം. അത്രയും പരിശുദ്ധമായിട്ട് യമുനാ നദിയിൽ ഇവനിങ്ങനെ വസിക്കണ കാരണം വിഷം ഉള്ളതായിട്ട് മാറിയിരിക്കുകയല്ലേ. ഇനി അവനെ ഓടിക്കണം എന്നങ്ങോട്ട് ഭഗവാൻ തീരുമാനിച്ചു. നല്ലവരെയൊക്കെ ഉപദ്രവിക്കുന്ന ദുർജനങ്ങളെ നിശേഷം നശിപ്പിക്കാനായി അവതരിക്കുന്ന ആ ശ്രീകൃഷ്ണൻ അങ്ങനെ ആ തീരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കടമ്പ് മരത്തിന്റെ മുകളിൽ അങ്ങോട്ട് കയറി അരയില് വസ്ത്രം അങ്ങോട്ട് മുറുകെ കെട്ടി കൈയടിച്ചുകൊണ്ട് ആ മരത്തിൽ നിന്ന് ആ വെള്ളത്തിലേക്ക് ഉടുത്തങ്ങോട്ട് ചാടി. കുട്ടികൾ അയ്യോ വേണ്ട
കണ്ണ ചാടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കൂട്ടാക്കാതെ കണ്ണൻ ആ വെള്ളത്തിലേക്ക് എടുത്തങ്ങട്ട് ഒറ്റ ചാട്ടം. പക്ഷെ വിഷജാലയിലെ എല്ലാ മരങ്ങളും ഉണങ്ങിയിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഒരു കടമ്പ് വൃക്ഷം മാത്രം. എന്തിനു വേണ്ടിയിട്ടാ ഭഗവാൻ അതിന്റെ മുകളിൽ കയറിയിട്ടാ ചാടാൻ പോണെ? അത് ആ കടമ്പ് വൃക്ഷം മാത്രം തഴച്ചിങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു, വെള്ളം ഉണങ്ങാതെ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഗരുഡൻ ദേവലോകത്ത് നിന്ന് അമൃതം കൊണ്ടുവരുമ്പോ ഈ മരത്തിന്റെ മുകളിലാണ് അത്ര വെച്ചത്. അതുകൊണ്ട് ഒരു തുള്ളി അതിലേക്ക് വീണു. അതുകൊണ്ടാണ് ഉണങ്ങാതെ ഇരുന്നതെന്ന് ചില പുരാണങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്പോഴും കാണാം വൃന്ദാവനത്തിൽ പോയ ഒരു കടമ്പ് മരം. അതിനിങ്ങനെ വളരെ വർഷം പഴക്കമുള്ളതാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഒരു കൊമ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോയി. അതിങ്ങനെ ഇതുകൊണ്ടൊക്കെ കെട്ടി സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ശരിക്കും ഒരു കുടത്തിന്റെ ആകൃതിയിലുള്ള ആ മരത്തുമ്മൽ ഇങ്ങനെ കാണാം. ഒരു കുടം, ചെറിയൊരു കുടം ഇങ്ങനെ ഇരിക്കണ മാതിരി ഒരു ആകൃതിയിൽ ആ മരത്തുമ്മൽ ഇങ്ങനെ കാണാൻ എനിക്ക് അത്ഭുതം തോന്നും. അതിലാണ് ഗരുഡൻ ഇത് വെച്ചത് എന്ന് പറയുന്നുണ്ട്. അമൃത കുംഭം ശരിക്കും അത് കാണാൻ പറ്റും, ഒരു കുടം പോലെ. ഇപ്പൊ കാളിന്തി അവിടുന്നൊക്കെ ദൂരെ പോയിരിക്കണു. പണ്ട് അവിടെയായിരുന്നു കാളിന്തി ഒഴുകിയിരുന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ അവിടെ ഒന്നും വെള്ളമില്ല, കുറെ ദൂരെയാണ്. പക്ഷെ എന്നാലും ആ കടമ്പുമരം ഇപ്പോഴും സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട് വൃന്ദാവനത്തിൽ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ